ഈ ഒരു ടേബിൾ കഴിഞ്ഞ വർഷം വരെ മക്കളുടെ സ്റ്റഡി ടേബിളായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൽ ഒരു വാൾ സ്റ്റിക്കറൊക്കെ മേടിച്ച് മീഷോന്ന് വാൾ സ്റ്റിക്കറൊക്കെ ഓർഡർ ചെയ്ത് ഒട്ടിച്ച് കൊടുത്ത് ഒരു വൈറ്റ് തീമിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം ആയപ്പോഴത്തേനും അവരുടെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഒരു വാൾ സ്റ്റിക്കർ മൊത്തത്തിൽ നാശമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അടർത്തിയെടുക്കുന്നതിൻ്റെ കൂടെ ആ ഒരു ടേബിളിൻ്റെ ഒരു കോർണർ മൊത്തമായിട്ട് അടർന്നു പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണം അതൊന്ന് അടുത്ത വാൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മീഷോന്ന് തന്നെ പുതിയൊരു വാൾ സ്റ്റിക്കർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒന്നല്ല 2 റോള് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഒരെണ്ണം കൊണ്ട് ഞാൻ ഒട്ടിച്ചപ്പോൾ എനിക്കിങ്ങനെ കട്ട് ചെയ്ത് പീസായിട്ടൊക്കെ അങ്ങനെ കുറേ ജോയിൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം അങ്ങനെ അധികം ജോയിൻ്റ് ഇല്ലാതെ 2 ലൈനായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ 2 എണ്ണം ഓർഡർ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള എക്സ്ട്രാ വരുന്ന പീസ് നമുക്ക് വേറെ എന്തെങ്കിലും ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ 2 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 എണ്ണത്തിൻ്റെ ഒരു കോംബോ പാക്കായിരുന്നു. ഇതായിരുന്നു കേട്ടോ ഞാൻ ലാസ്റ്റ് ഇതിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ആ ഒരു മാർബിളിൻ്റെ ആ ഒരു ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ബട്ട് ഞാനിപ്പോൾ ഓർഡർ ചെയ്തതിൽ കുറച്ച് ഡാർക്കാണ് വരുന്നത്. ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് അടുത്ത വീഡിയോയിൽ പറയാം.